ഈ ആക്ട് പ്രകാരം എങ്ങനെയാണ് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം മാറ്റമുണ്ട്. ഇതിലും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ ഓൺലൈനായും മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിൽ ഓഫ്ലൈനായും ആപ്ലിക്കേഷൻ നൽകണം. ഇതിൽ നോട്ടീസ് ഓഫ് ഇന്റന്റഡ് മാരേജ് എന്ന് പറയുന്നൊരു ഫോം ഉണ്ട്. ഇത് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോകണം. നേരത്തെ പറഞ്ഞ ഒരു സബ് രജിസ്റ്റർ ഓഫീസിലല്ല. ഇങ്ങനെ ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കുന്നവർക്ക് ജില്ലാ രജിസ്റ്റർ ഓഫീസിലാണ് കല്യാണം നടക്കുക. അപ്പോൾ ഏത് ജില്ലയിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജില്ലാ ഓഫീസിൽ ഈ ആപ്ലിക്കേഷൻ നൽകുക. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ ഈ ഫോറിൻ വ്യക്തിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വിസ കൂടെ കയ്യിൽ കരുതണം. ഇതെത്രയും നമ്മൾ ഈ പറയുന്ന ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുമ്പോൾ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് കൂടി നൽകും. ഇതോടുകൂടി തന്നെ ഏത് ഫോറിനർ ആണോ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് അവരുടെ എംബസിയിലോ അല്ലെങ്കിൽ അവരുടെ കോൺസുലേറ്റിലോ ഇതേ നോട്ടീസ് അയക്കും, എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നറിയാൻ. ഇങ്ങനെ 30 ദിവസം കഴിഞ്ഞ് ഇതേ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിടുന്നതോടുകൂടി ഈ വിവാഹം നിയമപരമായി മാറും. 3 സാക്ഷികളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ വിവാഹം നടക്കുന്നത്.